ഇത് യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലുണ്ട് ആ ചിത്രം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ മാപ്പല്ല, ഇറാൻ സെൻട്രലായിട്ട് ആ മാപ്പ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഇറാനാണ് നടുക്ക്. ഇറാന് ചുറ്റും കുറേ വൃത്തങ്ങൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാനോട് ചേർന്ന് ചുവപ്പ് നിറം, പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആണ്. പിന്നെ അകന്നകന്ന് പോകുമ്പോൾ ബ്രൗൺ കളറ്, എന്നിട്ട് ഇങ്ങനെ വൃത്തം വരച്ചിരിക്കുകയാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മിസൈലിൻ്റെ റേഞ്ചാണ്. ഓരോ മിസൈലുകൾക്കും ഏതെല്ലാം സ്ഥലത്ത് എത്ര കിലോമീറ്റർ മിസൈലുകൾ അയക്കാൻ, ഇന്ന ഏരിയ മുതൽ ഇന്ന ഏരിയ വരെ ഇത്ര കിലോമീറ്റർ എന്ന് കാണിക്കുന്നൊരു മാപ്പ്. ആ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ട് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് IDF പറഞ്ഞിരിക്കുന്നു, ഇറാൻ ഈസ് എ ഗ്ലോബൽ ത്രെറ്റ്. ഇറാൻ ഒരു ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഇസ്രയേൽ ഈസ് നോട്ട് ദ എൻഡ് ഗോൾ, ഇറ്റ് ഈസ് ഓൺലി ദ ബിഗിനിങ്. വി ഹാഡ് നോ അതർ ചോയ്സ് ബട്ട് ടു ആക്ട്. ഇസ്രയേൽ ഈസ് നോട്ട് ദ എൻഡ് ഗോൾ. ഇസ്രയേലിനോടുകൂടി ഇറാൻ്റെ കലിപ്പ് അവസാനിപ്പിക്കത്തില്ല. ഇറാൻ ഇപ്പോൾ അണവായുധം ഉണ്ടാക്കുകയാണ്. ഇസ്രയേലിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇറാൻ ഈ ബോംബ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി ദ ബിഗിനിങ്. അതൊരു തുടക്കം മാത്രം. ഇറാൻ്റെ ഒരു ലക്ഷ്യം മാത്രമാണ്. ഇറാന് ഇസ്രയേലിനെ ആണവ ബോംബ് ഉണ്ടാക്കി നശിപ്പിക്കണം. പിന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? അവർക്ക് ലോകം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ലോകത്ത് മേധാവിത്വം ഉണ്ടാക്കണം അണുബോംബ് കാണിച്ചിട്ട്. അപ്പോൾ ഇത് ഇറാൻ അണുബോംബ് ഉണ്ടാക്കുന്നത് ഇസ്രയേലിന് നേരെയുള്ള ഭീഷണി മാത്രമല്ല, ഇസ്രയേൽ ഒരു ലക്ഷ്യം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഇസ്രയേലിനെ ആണവായുധമിട്ട് തകർത്ത് കഴിഞ്ഞാൽ ഇവർ ഈ ആണവായുധമായിട്ട് ലോകത്തെ മറ്റു പല രാജ്യങ്ങളെ നശിപ്പിക്കും. കാരണം അവർക്ക് ഇസ്ലാമിക ലോകം ഉണ്ടാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.